എത്ര മനോഹരമായിട്ടുള്ള പ്രകൃതിയാണല്ലേ. ഈ പ്രകൃതി മനോഹാരിതയാർന്ന സ്ഥലത്ത് കൂടെ ഞാൻ പോകുന്നത് അതിലും പ്രകൃതി മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ നല്ലൊരു കിടിലൻ സുന്ദരിയായിട്ട് നമ്മൾ നടന്ന് കാണാൻ പോകുന്നത് വലിയൊരു കൃഷിസ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ കൃഷിയിടം ആദ്യത്തെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് വിള നടീലിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദേ പാടത്ത് നല്ല പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പശുക്കളുമൊക്കെ സന്തോഷത്തോടെ ഈ തണലിൽ നല്ല സുഖമായിട്ട് കിടക്കുന്ന കണ്ടില്ലേ. ഇവിടെ ഒരുപാട് ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ദേ ഒരുപാട് കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഇത്ര ഭംഗിയായിട്ട് എല്ലാം കായ്ച്ചും പൂത്തും തളിർത്തും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരു കൃഷിയിടമാണ് ഞങ്ങൾ ദേ കറങ്ങി നടന്ന് കാണുന്നത്. പക്ഷേ ഈ കൃഷിയിടത്തിനൊരു ഉറവിടമുണ്ട്. അതൊരു ഒന്നൊന്നര ഉറവിടമാണ്. അതെന്താണെന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്നെത്തിക്കാൻ പോകുന്നത്. ഇവിടുത്തെ നിരനിരയായിട്ട് നിൽക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കിയേ. സപ്പോട്ട മരമുണ്ട്, അതുപോലെ മാവുകൾ ഒരുപാടുണ്ട്, പേരമരമുണ്ട്, അങ്ങനെ ചാമ്പയുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഫലവൃക്ഷങ്ങളും ഇതുപോലെ പൂത്ത് തളിർത്ത് നിൽക്കുന്നത് ഇവരുടെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഐറ്റം കൊണ്ടാണ്. അതെന്താണെന്നുള്ളത് വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ഇവരുടെ വിത്ത് മുതൽ വിതരണം വരെ എന്ന് പറയുന്ന ഒരു സംരംഭത്തിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ തന്നെയാണ് ഈ വിത്ത് മുതൽ വിതരണം വരെ എന്ന് പറയുന്ന ആ ഒരു മോട്ടോ കേട്ടോ. ഇവർ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്ന് തന്നെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് ആ വിത്തുകൾ വിതരണം ചെയ്യും. ഈ വിത്തുകൾ മുളപ്പിച്ച് തൈകളായിട്ട് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഈ തൈകളിൽ നിന്നൊക്കെ ഇവരുടെ തന്നെ കൃഷിയിടത്തിൽ വലിയ രീതിയിൽ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഫലങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിറ്റഴിക്കും. ഇനിയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് തന്നെ എല്ലാ വീടുകളിലേക്കും വേണ്ട, അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന, ഓരോ വീട്ടിലും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതായത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ ചേർത്തലയിലാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇനോക്കുലം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം ഉള്ളതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാക്ടറി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയുന്നത് ഇപ്പോഴായിരിക്കും അല്ലേ. എന്തുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഇപ്പോൾ ഇത് അറിഞ്ഞോളൂ. ഒരുപാട് സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നമ്മളിത് എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറ്റെവിടെയുമല്ല, അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന നമ്മുടെ ചേർത്തലയിലെ ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടും. കാരണം നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടാവാറുണ്ടോ? തലേ ദിവസം നമ്മൾ ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും വേസ്റ്റ് ഒരു ബക്കറ്റിനകത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്തിനാണ്? പിറ്റേ ദിവസം ഇത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തള്ളാനായിട്ടല്ലേ. ഒന്നെങ്കിൽ തോട്ടിൽ കൊണ്ടിടും, അതും അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ ഏതെങ്കിലും ദൂരെ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല ജലാശയങ്ങളും റോഡ് സൈഡുകളും ഒക്കെ ലക്ഷ്യമാക്കി പായും അല്ലേ. അപ്പോൾ നാട്ടിലുള്ളവർക്കും നമ്മൾ ശല്യമാകും, വീട്ടിലുള്ളവർക്കും നമ്മൾ ശല്യമാകും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ, ഈ ചീഞ്ഞ നാറ്റം ഇല്ലാതെ വളം ഉണ്ടാക്കാനോ അതുപോലെ ഈ ചീഞ്ഞ സ്മെല്ലടിക്കാതെ ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യാനോ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അതിനുള്ള സൂത്രപ്പണിയുമായിട്ടാണ് ഇവർ വന്നേക്കുന്നത്. അതായത് ഇതൊരു വലിയ രീതിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇനോക്കുലം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. ഇവിടെ ഈ നീല പെയിൻ്റ് അടിച്ചൊരു മെഷീൻ കണ്ടല്ലോ, അതിൻ്റെ ഫൗണ്ടറാണ് കേട്ടോ എന്നോട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തരുന്നത്. അദ്ദേഹമാണ് ഈ മെഷീൻ കണ്ടുപിടിച്ച ആൾ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എത്ര വലിയ മാലിന്യ കഷ്ണങ്ങളാണെങ്കിൽ പോലും അതിനെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അതിനെ പെട്ടെന്ന് ഡീക്കേ ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പാകത്തിലേക്കും പരുവത്തിലേക്കും എത്തിക്കാനുള്ള കഴിവുള്ള ഒരു മെഷീനാണ് അത്. അപ്പോൾ ഈ വലിയ ഐറ്റംസിനെയൊക്കെ ക്രഷ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റിയാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിനെ ഇനോക്കുലമൊക്കെ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ഇതിനെ ഈസി ആയിട്ട് നല്ല വളമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എന്താണ് ഇനോക്കുലം എന്നറിയാവോ? കണ്ടോളൂ, ഇവിടെ കൂമ്പാരങ്ങളോളം വേസ്റ്റാണ് കേട്ടോ കിടക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ എന്തായിരുന്നു വിചാരിച്ചേ? അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണല്ലേ. ശരിക്കും നമ്മുടെ ചുറ്റും കിടക്കുന്ന മുഴുവനും നല്ല ചീഞ്ഞാളിഞ്ഞ് പഴുത്ത് ചീഞ്ഞ് കിടന്നുവെച്ചാൽ വളരെ സ്മെല്ലോട് കൂടിയ മാലിന്യങ്ങളാണ്. പക്ഷേ എങ്ങനെ സ്നേഹിതിൻ്റെ നടുക്ക് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ചെറിയൊരു കുഞ്ഞു വൃത്തികെട്ട മണം വന്നാൽ പോലും സഹിക്കാത്ത ഓക്കാനം വരുന്ന ഞാനാണ് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു ഇച്ചിരി പോലും മണമില്ല കേട്ടോ.
എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ സീക്രട്ട് പറഞ്ഞു തരുന്നത്. ഇത് കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്, ഇതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഇടനിലയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഇനോക്കുലം. ആ ഇനോക്കുലമാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. എത്ര ചീഞ്ഞളിഞ്ഞ് നാറുന്ന സാധനമാണെങ്കിലും നമുക്ക് നമ്മൾ ഉറങ്ങുന്ന നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും കൊണ്ടുവച്ച് ഡീകമ്പോസ് ചെയ്യിപ്പിച്ച് നല്ല ഒന്നാന്തരം വളമാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇനോക്കുലം എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ഈ പറയുന്ന ചീഞ്ഞളിഞ്ഞ പദാർത്ഥങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പോസ്റ്റായി തുടങ്ങുന്ന ആ സെക്കൻഡിൽ തന്നെ മണമില്ലാണ്ടാവും. എന്ന് വെച്ചാൽ ഈ ബാഡ് സ്മെല്ല് പിന്നെ പരിസരത്തേ ഉണ്ടാവത്തില്ല. അത് മാത്രമല്ല, ഇത് ചീഞ്ഞളിയാൻ വേണ്ടിയിട്ട് പുഴുക്കളും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുള്ള എന്തോ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പുഴു വരേണ്ടതാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ പുഴുവില്ലാതെ നല്ല ഒന്നാന്തരം ജൈവ വളം ഉണ്ടാക്കി ആ വളം കൊണ്ട് നമ്മുടെ അടുക്കളത്തോട്ടോ പൂന്തോട്ടോ ഒക്കെ നല്ല പൂ തുലഞ്ഞ് നിൽക്കുന്നത് കാണണമെങ്കിൽ നമ്മുടെ ഇനോക്കുലം ഉണ്ടാക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാൻ വരേണ്ട ഒരു സ്കൂളാണ് നമ്മുടെ അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ നമുക്ക് എങ്ങനെ വേസ്റ്റ് കൊണ്ട് വളം ഉണ്ടാക്കാമെന്നും ആ വളം ഉപയോഗിച്ച് നമ്മുടെ കൃഷിയിടം അടിപൊളിയാക്കാം എന്നൊക്കെ പഠിപ്പിച്ച് തരുന്ന ഒരു സ്ഥാപനം നമ്മുടെ ചേർത്തലയിൽ തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ 1 രൂപ പോലും ഫീസ് ഇല്ലാതെയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാനും ചെയ്യാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് പോന്നേക്കുക. സ്ഥലം മറ്റെവിടെയല്ല, നമ്മുടെ ചേർത്തല മാടക്കൽ ജംഗ്ഷനിൽ നിന്നും നേരെ തൈക്കൽ പോകുന്ന വഴി ആലങ്കൽ ജംഗ്ഷന് തൊട്ട് മുമ്പുള്ള പുളിച്ചുവട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാലേ ഇവർ നമ്മുടെ നാടിനെ നന്നാക്കും അല്ലേ. അപ്പോൾ വേഗം നാറ്റമില്ലാത്ത നല്ല കേരളത്തെ സ്വപ്നം കണ്ട് തുടങ്ങിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.